ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടിപൊളി എന്ന് പറയുന്നത് അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിലെ ഹിൽ പാർക്കിലെ പൂളിലെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഹിൽ പാർക്കിലെ കുറേ അധികം വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒന്നും വെറൈറ്റി തന്നെ ആയിരിക്കും കേട്ടോ. വിവിധ തരം റൈഡുകളൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ റൈഡ് നമുക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല, ഈ പൂളും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അന്ന് ഞാൻ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്ത് ഇടാതിരുന്നത് കേട്ടോ. ഇത് ഈ അടുത്താണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് സ്വിമ്മിംഗ് പൂൾ കേട്ടോ. പൂളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുട്ടികൾ പൂളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെ അർമാദിച്ച് കളിക്കാനായിട്ടുള്ളൊരു പൂള് ഇപ്പോഴാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോയിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇവരുടെ ഓരോ സമയത്ത് പോകുമ്പം ഇവർ ഓരോ തരത്തിലുള്ള റൈഡുകളും പുതുതായിട്ട് ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതാണ് ഇവരുടെ എടുത്തു പറയാനുള്ള കാര്യത്തിൽ ഒന്ന്. കാരണം നമ്മൾ ഈ മാസം പോകുന്ന അതല്ല കാണുക, അടുത്ത മാസം കാണാം കേട്ടോ. കാരണം അത്രയും കൂടുതൽ റൈഡുകൾ അവർ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഇത്രയും ലോ പ്രൈസിൽ നമുക്കൊരു പൂളും അതുപോലെ തന്നെ പാർക്കും ഒക്കെ അർമാദിച്ചിട്ട് പോകണമെങ്കിൽ ഇത് ഹിൽ പാർക്കിൽ, നമ്മളെ കൊടുവള്ളി ഹിൽ പാർക്ക് തന്നെയുള്ളൂ കേട്ടോ. അത് അഹങ്കാരത്തോടെ തന്നെ പറയാം. കാരണം അത്രയ്ക്കും അടിപൊളിയായിട്ട് ഇത്രയും പിന്നെ ലോ പ്രൈസിൽ എവിടെയും എനിക്ക് തോന്നുന്നില്ല പൂളും അതുപോലെ തന്നെ പാർക്കും റൈഡുകളും ഒന്നും കിട്ടുന്നു. കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇതാക്കണ 50 രൂപ, ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. അതൊക്കെ കൊടുത്ത് നമ്മളിതാക്ക ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. എൻട്രി ഫീസ് വലിയവർക്ക് 50 രൂപയാണ് കേട്ടോ. ഒരു 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫീ വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കയറിയിട്ടുണ്ട്. 50 രൂപയ്ക്ക് വളരെ വേർത്താണ് കേട്ടോ. അത് പിന്നെ പറയാനില്ലല്ലോ. 50 രൂപയ്ക്ക് അത്രയും നമുക്ക് റൈഡുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് 50 രൂപയിൽ കിട്ടും. പിന്നെ പൂളും പിന്നെ സിപ്പ് ലൈനും അതുപോലെ തന്നെ കുറച്ച് റൈഡുകളുണ്ട്. അത് നമുക്ക് വേറെ ക്യാഷ് കൊടുത്തിട്ട് വേണം കയറാൻ. എന്നാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ സിപ്പ് ലൈന് റൈഡ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസും കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത്, സിപ്പ് ലൈനിൽ കയറുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളിതുവരെ സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇവിടെ വരാറ് തന്നെ. അവരുടെ കളികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കലാണ് ശരിക്കും ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടികളെയും കൊണ്ട് നേരെ പോകുന്നത് പൂളിലേക്ക് തന്നെ ആയിരുന്നു കേട്ടോ. കാരണം വേറെ റൈഡുകളൊന്നും കയറാൻ സമയം കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഇതിൽ കയറിക്കോട്ടെ വിചാരിച്ച് എല്ലാ സമയത്തും നമ്മൾ റൈഡും സ്ലൈഡുകളൊക്കെ കയറി അവർ അർമാദിച്ചുകൊണ്ടിരിക്കലായിരുന്നു. അപ്പം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇതിലോട്ട് കിടക്കണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. പിന്നെ ഇത് പറയും അവർ 1 മണിക്കൂർ നേരത്തേക്കാണ് 100 രൂപ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ ഞങ്ങൾ അതിലും കൂടുതലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ശരിക്കും ഇതാവും കേട്ടോ. അവർ ക്ഷീണിക്കും. വെള്ളത്തിലിങ്ങനെ കളിക്കുകയല്ലേ, അവരൊന്നായിട്ട് തണുത്ത് വിറയ്ക്കും. ഒന്നെങ്കിൽ കണ്ണൊക്കെ ചോക്കും, എന്തെങ്കിലുമൊക്കെ ഒരു മരവിപ്പൊക്കെ തോന്നിക്കൊണ്ടിരിക്കും. തോന്നും 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ ശരിക്കും നമ്മൾ തന്നെ കയറിക്കോളും. അല്ലാതെ അവർ ഒരിക്കലും അവിടുന്ന് കയറാൻ പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കൂടുതൽ കുട്ടികളും ഭയങ്കര തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം അങ്ങനെ കയറ്റാം, മേ ബി, അറിയില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോയപ്പോൾ ഒരാളെ അങ്ങനെ കയറ്റുന്നൊന്നും കണ്ടിട്ടില്ല. 1 മണിക്കൂർ കൂടുതലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും അവർക്കൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. 1 മണിക്കൂർ നേരത്തേക്കാവുന്ന അവർ ജസ്റ്റ് പറയും, അത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളെന്തായാലും അതിനു മുമ്പ് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികൾ ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാലും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊരു പൊക്കത്തിലായിരുന്നു ഈ പൂള് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മല മുകളിലുള്ള സംഭവമല്ല ഇരിക്കുന്നത്. അപ്പം താഴോട്ട് നോക്കുമ്പോൾ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ശരിക്കും ഒരു വയനാട് ഒക്കെ പോയ എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട്. ശരിക്കും ഒരു നിമിഷങ്ങളായിരുന്നു നമുക്ക് പറയാം. ഒരു ഫീലിംഗ് എന്തായാലും ഒരു വയനാട് ആ ഭാഗമൊക്കെ പോയി നമ്മൾ പൂളിലൊക്കെ ഇറങ്ങില്ല, ആ ഒരു ഫീലായിരുന്നു നമുക്ക് അങ്ങോട്ടൊക്കെ
നോക്കുമ്പം, കാരണം ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. മലയും അതുപോലെ തന്നെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ് സംഭവം. പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും വേറെ വേറെ ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് അവർക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമൊക്കെ സെറ്റ് ചെയ്തിട്ട് 2 ഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും ഇറങ്ങാൻ പറ്റും, വലിയവർക്ക് അവർക്ക് അവരുടെ രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, കാരണം വെള്ളമാണ് ഡേഞ്ചറാണെന്നുള്ള പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഡേഞ്ചർ തന്നെയാണ്. അപ്പം നമ്മളെ കുട്ടികളെ എന്തായാലും ശ്രദ്ധിക്കുക. കുറച്ച് വെള്ളമാണ്, കൂടുതൽ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് ഇച്ചിരി വെള്ളം കിട്ടിയാൽ മതി. അതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഇനി സ്ലൈഡിങ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സ്ലൈഡിങ് പോലെ ഒരാളെ മേലേക്ക് വീണാൽ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ താരണ്ടോയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതൊക്കെ സ്ലൈഡൊക്കെ ചെയ്യുമ്പോൾ വലിയ കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ സ്ലൈഡ് ചെയ്യുമ്പം വേറെ കുട്ടികളെ വന്നിട്ട് ഇടിക്കുകയും അതുപോലെ തന്നെ അവരുടെ മേലേക്ക് വീണും കഴിഞ്ഞിട്ട് അവർ താന്നു പോകാനും വെള്ളത്തിനടിയിലായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഞങ്ങളെ കുട്ടികളെ എത്രയോ വട്ടം അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. വലിയ കുട്ടികൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അവർ ഇതിൽ സ്ലൈഡ് ചെയ്യാനൊക്കെ വരും. അപ്പം ഇവരുടെ മേലേക്ക് വീണിട്ട് ഇവർ എത്രയോ വട്ടം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അതൊക്കെയാണ് വ്യൂ കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ അടിപൊളി വ്യൂ ഉണ്ടെന്നൊക്കെ. അടിപൊളിയാണ് കേട്ടോ സംഭവം. നമ്മൾ എവിടെയോ ഹിൽ പാർക്കിലല്ല നിൽക്കുന്നതെന്ന് ഫീൽ ചെയ്യും കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. എന്തായാലും അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ശരിക്കും ഇനി നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഹിൽ പാർക്കിലോട്ട് പോകുമ്പോൾ ഫാമിലിക്ക് അതുപോലെ വലിയവർക്ക് ഫാമിലി ഒന്നായിട്ട് കുട്ടികളും ഗേൾസും ഒക്കെ നമുക്കൊക്കെ പറ്റിയ ഒരു പൂളും കൂടെ വരട്ടെ എന്ന് ഇതാക്കുന്നുണ്ട് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഒന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് പോകാമല്ലോ. അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചിന്തിച്ച് പോയിട്ടോ. ഇനിയിപ്പം മേ ബി വരാൻ ചാൻസ് ഉണ്ടല്ലോ. അവരോരോന്നും നെക്സ്റ്റ് മന്ത് ഓരോ മന്തിലും ഇങ്ങനെ ഒരു കൂടുതൽ റൈഡുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പോൾ അതും കൂടെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടല്ലോ. ചാൻസ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. കൊണ്ടുവരട്ടെ കേട്ടോ. അതേസമയം നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാമല്ലോ. പിന്നെ ഇതാക്കുന്ന അവർക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള റൂം ഇവിടെ ബാക്കിലായിട്ടുണ്ട് കേട്ടോ. വലിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ഡ്രസ്സ് ചെയ്യുന്നെങ്കിൽ റൂം എന്തായാലും വേണമല്ലോ. അതുകൊണ്ട് റൂമൊക്കെ അവിടെ ഉണ്ട്, അതൊന്നും പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സ് നമ്മൾ വീട്ടിൽ നിന്ന് എക്സ്ട്രാ കൈ പിടിച്ചാൽ മാത്രം മതി. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളതൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് കയറിട്ടോ. പിന്നെ കുറച്ച് ആയപ്പോഴേക്കും അവർ ടയേർഡായി. പിന്നെ ഞങ്ങൾ റിട്ടേൺ കയറി പോന്നിട്ടോ. അല്ലാണ്ട് അവർ പോകാൻ പറഞ്ഞിട്ട് പോകുന്നതല്ല. അവർ ക്ഷീണിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. 1 മണിക്കൂറൊക്കെ എന്തായാലും ആയതിനു ശേഷമാണ് അവർ ക്ഷീണിച്ചത് കേട്ടോ, അല്ലാതെ തന്നെ മുമ്പേ പോന്നിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികളല്ലേ പെട്ടെന്ന് ക്ഷീണിക്കും. പിന്നെ വലിയ ആൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു, അവന് ഒത്തിരി ക്ഷീണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇനിയും പോവാന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു ഞങ്ങൾക്ക്. പിന്നെ ഇനി സിപ്പ് ലൈനിൽ കയറാം, അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്നതാണ്. പിന്നെ നോക്കണം സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. എൻട്രൻസ് തന്നെ നമ്മളവിടെ കയറാനുള്ള എൻട്രി ഫീ അടിക്കൂലേ, അവിടെ തന്നെയാണ് അതിൻ്റെ ക്യാഷ് അടിക്കേണ്ടത്. 150 രൂപയാണ് ഒരാൾക്ക് സിപ്പ് ലൈനിൽ കയറാനായിട്ട് വരുന്നത്. ഫീ അടിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു സ്ലിപ്പ് തരും, അത് കയ്യിൽ കരുതണം, എന്നാലേ നമ്മൾ അവിടെ കയറ്റുട്ടോ. നമ്മൾ കുറച്ചൊന്നും കൂടെ നടന്നിട്ട് കുറച്ചൊരു ഹൈറ്റിലോട്ട് വരാനുണ്ട്. അപ്പം അവിടെ നമ്മളവിടെ ഈ സ്ലിപ്പ് ചോദിക്കും. അപ്പോൾ അത് കളഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അവർ ഇതാക്കുന്ന ഹെൽമെറ്റും പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളെ മേൽ അവർ തന്നെ സെറ്റ് ചെയ്തു തരും കേട്ടോ. ഓരോ കാര്യങ്ങളും അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു കയറുമേലല്ല നമ്മൾ തൂങ്ങിക്കുക. അപ്പം നമുക്ക് അത് ഇടാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എന്തായാലും നടക്കില്ലല്ലോ. അപ്പോൾ അവർ തന്നെ സെറ്റ് ചെയ്ത് തരും കേട്ടോ, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നൊക്കെ. പിന്നെ ഹെൽമെറ്റും ഉണ്ടാവും. ഹെൽമെറ്റൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ ഇടുക, കാരണം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പിടിവള്ളി എന്തെങ്കിലുമൊക്കെ കിട്ടണമല്ലോ. പിന്നെ നോക്കണം പറയാൻ മറന്നുപോയി, നമ്മളെ നാത്തൂനുണ്ട്, നമ്മളെ കൂടെ നാത്തൂനുണ്ട്. അപ്പോൾ നാത്തൂന് പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. ഞാൻ കയറാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ എനിക്ക് അവിടെ എത്തിയപ്പം എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു ഞാൻ പോരുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ബേക്ക് അടിച്ചിട്ടോ. പക്ഷേങ്കിൽ അവൾ നല്ല കൂളായിട്ട്
അവൾ കയറി, ഒരു പേടിയില്ല കേട്ടോ. അവൾ ഭയങ്കര ധൈര്യശാലിയാണ്. ശരിക്കും ഞങ്ങളാണ് അങ്ങനത്തേനൊക്കെ ഭയങ്കര പേക്കോട്ട് കേട്ടോ. അവൾ നല്ല കൂളായിട്ട് തന്നെ കയറി. അനിയത്തിയും കയറിയില്ല. അനിയത്തിക്ക് പേടിയാന്ന് പറഞ്ഞാൽ അവളും കയറിയില്ല. പിന്നെ താത്തൻ്റെ മോനും അവളുമാണ് നാത്തൂനാണ് കേട്ടോ കയറിയത്. താതനം മോന് അടിപൊളിയായിട്ട് ഇതാക്കണം പോകുന്ന നല്ലൊരു. ഇവൻ്റെ കാര്യമാണെങ്കിൽ തീരെ പറയണ്ട. ഇവന് ഭയങ്കര ധൈര്യശാലിയാണ്. എനിക്കൊന്ന് അവളെക്കാട്ടിലും ഭയങ്കര ധൈര്യശാലിയാണ്. കാരണം ഞങ്ങൾ ഇതിന് മുമ്പേ എക്സ്പോന് പോയപ്പോൾ അവിടുന്ന് ഞങ്ങൾ യന്ത്രുഞ്ഞാല മറ്റേ ആകാശത്തോണിയാല കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ മുഖവും നോക്കി അങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും കരയുന്നു, താത്ത കരഞ്ഞ് എല്ലാവരും കരഞ്ഞു. പക്ഷെ ഇവൻ്റെ മുഖത്തൊക്കെ നോക്കിയിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല. ഇവന് കൂളായിട്ടിരിക്കുന്നു. എങ്ങനെ പറ്റുന്നു എന്തോ. നല്ല അടിപൊളിയായിട്ട് നല്ല ധൈര്യമുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ മുന്നോട്ടും. പിന്നെ ഞങ്ങൾക്ക് അനിയത്തിന് അപ്പുറത്തെ ഭാഗത്തുണ്ടാവില്ലേ, അവന് ഇറങ്ങുന്ന ഭാഗത്ത് അവിടെ ഞാൻ ഓളെ ഞാൻ അവിടെ ആക്കിയിട്ട് ഫോണും കൊടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ആ ഭാഗത്തുനിന്ന് ഞാനും എടുക്കും, ഈ ഭാഗത്തുനിന്ന് അവളും എടുക്കും. അപ്പോൾ വീഡിയോ നമുക്ക് രണ്ടും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പം സിബിലൈൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളത് അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞതല്ല, നാത്തൂനും അനിയനും പറഞ്ഞിട്ട്. കാരണം ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നും അതിൻ്റെ നിമിഷങ്ങളും മൊമെൻറ്റ്സും ഒന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞ അടിപൊളിയാണെന്ന് അവർ കൂളായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ഇനി നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. വീഡിയോ കണ്ടില്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഹിൽ പാർക്കിൽ പോകുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് രണ്ടും ട്രൈ ചെയ്യാം കേട്ടോ. കാരണം അടിപൊളിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര തള്ളാന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ടാണ് കയറാത്തത് കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിട്ടേൺ അടിച്ചു അവിടുന്ന്. പിന്നെ അതാക്കണം കുട്ടികൾക്ക് കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരതൊക്കെ നോക്കി നിന്ന്. അത് ട്രെയിനാണ് കേട്ടോ, കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കുള്ള ട്രെയിനാണ്. ഇതിന് എനിക്കൊന്ന് ക്യാഷ് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ കയറണമെങ്കിൽ ക്യാഷ് കൊടുക്കണം തോന്നുന്നുണ്ട്. പിന്നെ മറ്റ് റൈഡും കാര്യങ്ങളും ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ വേറെ വീഡിയോ ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹിൽ പാർക്കത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ കുറേ 1-2 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പോയി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ ലൊക്കേഷനും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ കൊടുക്കുന്നതാണ്. അത് നോക്കുക കേട്ടോ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. മറ്റേ വീഡിയോസും ഈ വീഡിയോസും ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പാസ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഒന്ന്. പിന്നെ ഇങ്ങനെ ഫുഡ് കോർട്ട് ഉണ്ട്. ഫുഡ് കോർട്ടിൽ ഞങ്ങൾ പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ടേ പോവും. എന്തൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓരോന്ന് കഴിച്ചതും കാര്യങ്ങളൊന്നും പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്ന് വിചാരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിനൊരു മെയിൻ ഹോബി ആക്കി എടുത്തിട്ട് കാര്യമല്ലല്ലോ. നമ്മൾ എല്ലാ വീഡിയോയിലും അങ്ങനെ ഓരോന്നും ഫുഡ് കഴിക്കുന്നൊന്നും എടുക്കലുണ്ട്. അപ്പം ഇതിലങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ ബേബി ഉണ്ട്, ബേബിനെ നോക്കണം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ആണ് നമ്മൾ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഫുഡ് കോർട്ടിൽ ഇഷ്ടംപോലെ ഐസ്ക്രീം അത് എല്ലാം ഉപ്പിലിട്ടത്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, നെഗറ്റ്സ്, അങ്ങനെ ഐറ്റംസ് പല രീതിക്കുണ്ട് കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്, എല്ലാ ഐറ്റംസും ഉണ്ട്. കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഹിൽ പാർക്കിലൊന്ന് വരിക, ഇതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക, കാണുക. 50 രൂപയുള്ളൂ. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് ഈ പാർക്ക് ഫുൾ ആർമാദിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ വിസിറ്റ് ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കട്ടോ. പിന്നെ പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.